ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഡോക്സ് ബിയഷ്. അപ്പോൾ കഴിഞ്ഞ ഒരു മാസം എടുത്തു നോക്കുകയാണെങ്കിൽ അതായത് എല്ലാ സോഷ്യൽ മീഡിയയിലും പ്രത്യേകിച്ചും യൂട്യൂബിലും ട്വിറ്ററിലെല്ലാം തന്നെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ എല്ലാ ആൾക്കാരും അതായത് ഞങ്ങൾ ജിയോ എയർടെൽ വി ഐ എന്ന് പറയുന്ന ഈ കമ്പനിയിലെല്ലാം തന്നെ സ്റ്റോപ്പ് ചെയ്ത് ഇനി BSNL അവരുടെ സിം പോർട്ട് ചെയ്യാൻ പോവുക എന്ന് പറഞ്ഞുകൊണ്ട് കുറേ പേര് അവരുടെ ഡിക്ലറേഷൻ എല്ലാം കൊടുക്കുന്നത്. എന്നാൽ ഇത് മാത്രമല്ല, അതായത് BSNL 4G നല്ല സ്പീഡിൽ വരികയാണെങ്കിൽ മാക്സിമം കസ്റ്റമേഴ്സും BSNL എടുക്കാം എന്ന് പറഞ്ഞ് ഒരു ഭൂരിഭാഗം അഭിപ്രായമെല്ലാം പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ പൊതുവെ BSNL സിം എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താ ഓർമ്മ വരിക? അപ്പോൾ എല്ലാവരുടെ മനസ്സിലും മാക്സിമം ഓർമ്മ വരുന്ന ഒരു കാര്യം എന്തായിരിക്കും എന്ന് വെച്ചാൽ അതായത് 3G സർവീസ് പോലും മര്യാദ കിട്ടാത്ത ഒരു പഴയ ഒരു സിം. അപ്പോൾ കോളിങ്ങിനൊക്കെ ആണെങ്കിൽ ഇത് ബെസ്റ്റ് ആണ്. അതുപോലെ തന്നെ ചീപ്പായിട്ടും കിട്ടുന്ന അതായത് ചീപ്പ് സർവീസ് എല്ലാം കൊടുക്കുന്ന ഒരു ടെലികോം സർവീസാണ് BSNL. എന്നാൽ ഇച്ചിരി കൂടെ ഡീപ്പായിട്ട് നോക്കുന്നവരാണെങ്കിൽ പറയും അതായത് ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ നഷ്ടം വരുന്നത് ഈ BSNL എന്ന് പറയുന്ന കമ്പനിയാണ്. മറ്റു പലരും പറയും അതായത് ഇത് ഗവൺമെന്റ് കാരണമാണ് ഈ കമ്പനി നശിച്ചുപോയത് എന്നുള്ള കാര്യം. എന്നാൽ നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, 2008 വരെ അതായത് ഈ BSNL എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയായിരുന്നു ഗവൺമെന്റ് സെക്ടർ. അതായത് ഗവൺമെന്റ്സിന് കുറച്ച് കമ്പനീസ് ഉണ്ടാവും, അതായത് ONGC, അതുപോലെ തന്നെ ഓയിൽ കോർപ്പറേഷൻ, ഇങ്ങനെ പല അതായത് കോളും മറ്റ് സർവീസ് എല്ലാം ചെയ്യുന്ന കുറെ ഗവൺമെന്റ് കോർപ്പറേഷൻസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു സെക്ടറിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ ലാഭം കിട്ടിക്കൊണ്ടിരുന്ന കമ്പനിയും ഇതേ BSNL തന്നെയായിരുന്നു. പിന്നെ അതായത് ഇത്രമാത്രം ലാഭം കിട്ടിക്കൊണ്ടിരുന്ന കമ്പനീനെ പിന്നെ എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ഈ ഒരു അവസ്ഥയിലോട്ട്, അതായത് ഇന്ന് BSNLനെ ആകെ 7% മാത്രം കസ്റ്റമർ ബേസ് ഉള്ള ഒരു ടെലികോം സർവീസായി ചുരുങ്ങിയിരിക്കുന്നു? അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥ വരാനുള്ള കാരണം എന്താണ്? അതുപോലെ തന്നെ BSNL 4G വരികയാണെങ്കിൽ എല്ലാവരും അതിലോട്ട് സ്വിച്ച് ആവും എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതായത് ജിയോയും എയർടെലും വെറുതെ ഇരിക്കുമോ? അതുപോലെ തന്നെ ജിയോയും എയർടെലിന്റെ കോമ്പറ്റീഷൻ തകർത്തുകൊണ്ട് BSNLനെ വീണ്ടും അവരുടെ നമ്പർ 1 പൊസിഷൻ, അതായത് 2001 തൊട്ട് 8 വരെ ആ ഒരു പൊസിഷനിലോട്ട് BSNLനെ വീണ്ടും വളരാൻ പറ്റുമോ? ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിട്ട് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരുടെ അടുത്തും ഒരേ ഒരു കാര്യം, വീഡിയോയ്ക്ക് എപ്പോഴും ലൈക്ക് കുറവാണ്. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ വീഡിയോയിട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതായത് BSNLന് നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു 4G സർവീസ് ഇന്ത്യയിൽ കൊണ്ടുവരാൻ സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് പൈസ ഇതിന്റെ ഒപ്പമാണെങ്കിലും അല്ലെങ്കിൽ ഇതിന്റെ ഏകദേശം കുറച്ച് കുറവാണെങ്കിലും നല്ല ഫാസ്റ്റ് ആയിട്ട് ഒരു 4G സർവീസ് കൊണ്ടുവരികയാണെങ്കിൽ ഇതേ ജിയോ, എയർടെൽ, അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള VI എന്ന് പറയുന്ന ഈ 3 ടെലികോം സർവീസിന്റെ ഒരു നിശ്ചിത പെർസെന്റേജ് ഓഫ് കസ്റ്റമർ വൈസ് എന്തായാലും ഇവിടെ ക്വിറ്റ് ചെയ്ത് BSNLോട്ട് വരും എന്നുള്ളതിൽ യാതൊരുവിധ തർക്കവും ഇല്ലാത്തൊരു കാര്യമാണ്. അത് നിങ്ങൾക്കും അറിയുന്നതാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ടാറ്റ സർവീസ് TCSും BSNLനും കൂടെ ഒരു പുതിയൊരു പദ്ധതി ഇട്ടിട്ടുണ്ട്. അതാണ് 15,000 കോടിയാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെന്താ നോക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഈ BSNLന് ഈ ഒരു അവസ്ഥ വന്നേ എന്ന് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിച്ച് നോക്കാം. അതിനുശേഷം വീണ്ടും അതായത് BSNLന്റെ അവരുടെ പഴയ പൊസിഷൻ അല്ലെങ്കിൽ ഇപ്പോൾ ജിയോ, എയർടെൽ എന്ന് പറയുന്ന ഈ 2 ജെയിൻ കമ്പനീസിന്റെ മേലെ എത്താൻ പറ്റുമോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ BSNLന് എന്താ സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പൊതുവെ കമ്പനീസ് 3 ടൈപ്പ് ഉണ്ട്. അതിൽ ഏറ്റവും 2 ടൈപ്പാണ്, അതായത് ഒന്ന് പ്രൈവറ്റ് കമ്പനീസും അതുപോലെ തന്നെ പബ്ലിക് കമ്പനിയും. അപ്പോൾ ഈ 2 കമ്പനീൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അതായത് പ്രൈവറ്റ് കമ്പനീൻ്റെ പ്രധാന ലക്ഷ്യം എന്തായിരിക്കും എന്ന് വെച്ചാൽ അതായത് കൂടുതലും പ്രോഫിറ്റ് ഉണ്ടാക്കുക. അതായത് പ്രോഫിറ്റ് കൂടുതൽ ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് മര്യാദയ്ക്ക് റൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനുവേണ്ടി അവർ എല്ലാ വിധത്തിലും അതായത് ഏതെല്ലാം ടെക്നോളജി വരുന്നോ അതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കും. അതുപോലെ തന്നെ ഇതിൽ ഒരു കറപ്ഷൻ ഉണ്ടാവില്ല. അതാണ് ഈ പ്രൈവറ്റ് കമ്പനിയിൽ ഏറ്റവും ഹൈലൈറ്റ് ആയി പറയേണ്ട ഒരു കാര്യം. എന്നാൽ ഈ ഗവൺമെന്റ് ഓൺഡ് കമ്പനീസിലുള്ള പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതായത് അവർക്ക് പ്രോഫിറ്റ് അല്ല പ്രധാനം. അതായത് അവർക്ക് ജനങ്ങൾ എങ്ങനെയും അതായത് ജനങ്ങളെ സേവ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഗവൺമെന്റ് കമ്പനീസ് എല്ലാം തന്നെ തുടങ്ങുന്നതും അതിനുശേഷം അതെല്ലാം തന്നെ സർവീസ് മുന്നോട്ട് പോകുന്നതും. അങ്ങനെയുള്ള ഒരു കമ്പനിയാണ് ഈ BSNL എന്ന് പറയുന്ന ഈ ഒരു കമ്പനി. ഇത് ഫുള്ളായിട്ടും ഓൺ ചെയ്തിരിക്കുന്ന ഇന്ത്യൻ ഗവൺമെന്റ് തന്നെയാണ്. അപ്പോൾ ഇതിലെന്താ പ്രശ്നം എന്ന് വെച്ചാൽ അതായത് ഗവൺമെന്റ് കമ്പനീസിലാകുമ്പോൾ ഇതിലോട്ട് അതായത് ഡയറക്ടറിന് അപ്പോയിൻമെന്റ് ചെയ്യണം, അതുപോലെ തന്നെ അതിന്റെ താഴെയുള്ള ഓഫീസേഴ്സിനെയും അതുപോലെ തന്നെ എല്ലാവരെയും അപ്പോയിൻമെന്റ് ചെയ്യുന്ന എങ്ങനെയായിരിക്കും, അതായത് ഓരോ രാഷ്ട്രീയ പാർട്ടികൾ വരുമ്പോഴും അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും അവർ മാക്സിമം അപ്പോയിൻമെന്റ് ചെയ്യുന്നത്. ഇതുകൊണ്ടെന്നാണ് അതായത് 5 വർഷം കോൺഗ്രസ് ഭരിച്ചു കഴിഞ്ഞാൽ അതിൽ കുറെ കറപ്ഷൻസ് ഉണ്ടാവും. അതിനുശേഷം വീണ്ടും BJP വന്ന് ഭരിച്ചു കഴിഞ്ഞാൽ അതിൽ വേറെ കറപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഈ ആദ്യം നടത്തിയ ആ കറപ്ഷൻസ് ഇവർ പിടിക്കും, രണ്ടാമത് ഇവർ വേറെ കറപ്ഷൻസ് നടക്കും, വീണ്ടും ഗവൺമെന്റ് മാറി വരുമ്പോൾ അതിൽ അവർ വേറെ ഇൻവെസ്റ്റിഗേഷൻ നടത്തും. ഇതുകൊണ്ടെന്നാണ് അതായത് ഈ കറപ്ഷൻസ് നടക്കുന്നുണ്ട് ഇതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് എല്ലാം തന്നെ അതായത് പ്രോഫിറ്റ് ഇല്ലാണ്ട് തന്നെ ആവും. അപ്പോൾ ഇതെന്താണ് അതായത് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമല്ല അതായത് 4G 5G എല്ലാം തന്നെ കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്യാനും പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു അതായത് മറ്റൊരു കോമ്പറ്റീഷൻ അതായത് ഇപ്പോൾ ജിയോ 5G ഇറക്കുമ്പോൾ അതായത് BSNL 5G ഇറക്കിയാൽ മാത്രമേ അതിൽ പിടിച്ചു വെക്കാൻ പറ്റുള്ളൂ. പക്ഷെ പ്രോഫിറ്റ് ഇല്ലാത്തതുകൊണ്ട് അതായത് ഗവൺമെന്റ് എവിടെ നിന്ന് കാശുണ്ടാക്കും, അതുകൊണ്ട് ഗവൺമെന്റും ഇത് ലാഗടിക്കും. ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് ഈ കമ്പനി മെല്ലെ പിന്നോട്ട് മാറാൻ തുടങ്ങും. ഇതാണ് ഈ ഗവൺമെന്റ് കമ്പനിക്കും അതുപോലെ തന്നെ പ്രൈവറ്റ് കമ്പനിക്കുള്ള പ്രധാന പ്രശ്നം ഇത് തന്നെയാണ്. അപ്പോൾ നമ്മൾ അതായത് BSNLന്റെ കേസ് സ്റ്റഡി എടുത്തു നോക്കുകയാണെങ്കിൽ ഇതിൽ കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ 2000 തൊട്ട് അവരുടെ സർവീസ് നോക്കുകയാണെങ്കിൽ ആദ്യ കാലഘട്ടങ്ങൾ അതായത് 2000 ആ വർഷങ്ങളെല്ലാം എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലധികം ഈ ടെലികോം സർവീസ് ഒന്നും ഇല്ലായിരുന്നു.
അപ്പോൾ ആ ഒരു വർഷങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതായത് അത്രയധികം കോടികൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇന്ത്യയിൽ അത്രയധികം വലിയ പണക്കാരില്ലായിരുന്നു. പണക്കാരുണ്ടെങ്കിലും അവർ അതായത് ഈ ഒരു ഇൻഡസ്ട്രി അത്രമാത്രം പ്രോഫിറ്റ് ആയി കണ്ടില്ല. അതുപോലെ തന്നെ അവർ ഇൻവെസ്റ്റ് ചെയ്യാനും തയ്യാറായിരുന്നില്ല. അപ്പോൾ അതായത് ടെലികോം സർവീസ് എന്തുകൊണ്ടും ഇന്ത്യയിൽ ആവശ്യമാണ്. അപ്പോഴാണ് ഇന്ത്യൻ ഗവൺമെന്റ് അതായത് ഈ ഒരു കമ്പനി അതായത് BSNL സ്റ്റാർട്ട് ചെയ്ത് സർവീസ് എല്ലാം 2000 ആ ഒരു പീരീഡിൽ തുടങ്ങുന്നത്. അപ്പോൾ BSNL തുടങ്ങുമ്പോൾ അവർക്ക് കുറേയധികം ഇൻവെസ്റ്റ്മെന്റ് വേണമല്ലോ. ടവർ നിർമ്മിക്കാനും അതുപോലെ തന്നെ കേബിൾ ലേ ചെയ്യാനും ഇങ്ങനെ കുറേയധികം അതായത് ഇൻഫ്രാസ്ട്രക്ചർ വേണം ഒരു ടെലികോം സർവീസ് റൺ ചെയ്യാൻ. അപ്പോൾ അതിനായിട്ട് അപ്പോൾ ഗവൺമെന്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഗവൺമെന്റ് പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും നല്ല ലാഭമായിരുന്നു അവർക്ക് കിട്ടിയത്. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ആ ഒരു സമയത്ത് നമ്മൾ അതായത് ആ ഒരു സമയത്തെല്ലാം എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് അതായത് ടൈപ്പ് ഫോണോ മാക്സിമം ആൾക്കാരുടെ കയ്യിൽ ഉള്ളൂ. അതുമാത്രമല്ല ഇപ്പോൾ ടച്ചോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ബോഡ്കാസ്റ്റോ ഇങ്ങനെയുള്ള ഇത് ബ്രോഡ്ബാൻഡോ ഇങ്ങനെ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിലും ആ സമയത്ത് മാക്സിമം നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഇതേ BSNL എന്ന് പറയുന്ന ഇവരുടെ തന്നെയായിരുന്നു. അപ്പോൾ എന്താണ് അതായത് എല്ലാ കസ്റ്റമറും BSNLന്റെ അടുത്തായിരുന്നു പോയി ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ 2000 ആ ഒരു വർഷങ്ങളിലെല്ലാം അതായത് പഴയ ആൾക്കാരിൽ തന്നെ BSNL ജോയിൻ ചെയ്ത പലരുമാണ് ഇപ്പോഴും ആ കമ്പനി സ്വിച്ച് ചെയ്തത്. അതുകൊണ്ട് പുതിയ ആൾക്കാരിൽ നിന്ന് തന്നെ ഇപ്പോൾ BSNL എടുക്കുന്നതിന്റെ ഡിമാൻഡ് വളരെ കുറഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതിന്റെ കാരണം BSNLന്റെ പൂർ സർവീസ് തന്നെയാണ്. അങ്ങനെ ഇവരുടെ സർവീസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ 2001 ആയി കഴിഞ്ഞപ്പോൾ അതുവരെയും ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ അതായത് ഗവൺമെന്റ് സെക്ടർ കമ്പനിയിലെ ഏറ്റവും കൂടുതൽ ലാഭം കിട്ടിക്കൊണ്ടിരുന്നത് ONGC ആണ്. അപ്പോൾ ഇതിൽ 6200 കോടിയായിരുന്നു ഒരു വർഷം ലാഭമായി ഗവൺമെന്റിന് കിട്ടിക്കൊണ്ടിരുന്നത്. എന്നാൽ BSNL ഇംപ്ലിമെന്റ് ചെയ്ത് വെറും ഒരു വർഷം കൊണ്ട് ഗവൺമെന്റിന് കിട്ടിയ ലാഭം എത്രയാണെന്നറിയോ? 6300 കോടി. അതായത് അതുവരെ 10, 30, 40 വർഷം അതായത് ആയുസുള്ള കമ്പനികൾക്ക് പോലും അത്രയും അധികം റവന്യൂ ഉണ്ടാക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അത്രമാത്രം റവന്യൂ ആണ് BSNL ആദ്യമായിട്ട് തന്നെ കിട്ടുന്നത്. അതുപോലെ തന്നെ BSNL വളരാനുള്ള ഏറ്റവും ബെസ്റ്റ് എൻവയോൺമെന്റ് ആയി ആ ഒരു വർഷം കണ്ടിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ BSNL ലോഞ്ച് ചെയ്ത് നല്ല രീതിയിൽ അതായത് ഈ 6300 കോടിയെല്ലാം തന്നെ നല്ല ലാഭമെല്ലാം ഉണ്ടാക്കി മുന്നോട്ട് പോകുന്ന ആ ഒരു സാഹചര്യത്തിലാണ് 2004 ഒരു കാര്യം സംഭവിക്കുന്നത്. 2004 ദയാനിധി മാരൻ ആ ഒരു മിനിസ്റ്ററും അവിടെ ഉണ്ടായിരുന്നത്. ഇദ്ദേഹം എന്ത് ചെയ്തതെന്ന് വെച്ചാൽ അതായത് ഈ BSNLന്റെ അതായത് ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം തന്നെ ഇല്ലീഗലായി യൂസ് ചെയ്യുന്നു. അതായത് അപ്പോൾ ഉണ്ടായിരുന്ന കേന്ദ്രമന്ത്രിയായ അദ്ദേഹം ഇല്ലീഗലായി യൂസ് ചെയ്ത് അതായത് അദ്ദേഹത്തിന്റെ കസിന്റെ സൺ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ബ്രദറായ സൺ നെറ്റ്വർക്ക് എന്ന് പറയുന്ന അവർക്ക് ഇതിൽ നിന്ന് കുറച്ച് ഇല്ലീഗൽ പ്രോസസ് എല്ലാം ചെയ്തുകൊണ്ട് അവർക്ക് കുറെ ലാഭം ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഇതുകൊണ്ട് എന്താണ് അതായത് BSNL കിട്ടുന്ന ലാഭം അവർക്ക് മെല്ലെ മെല്ലെ കുറയാൻ തുടങ്ങി. അതായത് ഈ ഒരു സെക്ടറിലുള്ള ആൾക്കാർ തന്നെ അതായത് ഇതിൽ നിന്ന് കട്ട് അവരുടെ അതായത് കുടുംബ പ്രോപ്പർട്ടിക്ക് വേണ്ടി അവർ ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ BSNL എന്ന് പറയുന്ന ഈ കമ്പനി മെല്ലെ മെല്ലെ നഷ്ടത്തിലോട്ട് വരാൻ തുടങ്ങി. അതിനുശേഷം പിന്നീട് രാജ എന്ന് പറയുന്ന അദ്ദേഹം മന്ത്രിയാവുന്നു. അപ്പോൾ അദ്ദേഹം മന്ത്രിയായി കഴിഞ്ഞപ്പോഴും 2G എന്ന് പറയുന്ന ആ ഒരു സ്കാമിൽ അദ്ദേഹം അതായത് ഈ BSNL എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയിൽ കൊണ്ടുവരുന്നു. അപ്പോൾ ഈ 2G എന്ന് പറയുന്ന ഈ ഒരു സ്കാമിൽ കൂടെ വന്നു കഴിഞ്ഞപ്പോൾ BSNL ഉള്ള കസ്റ്റമേഴ്സ് മെല്ലെ മെല്ലെ കുറയാനും തുടങ്ങി. അതുപോലെ തന്നെ ഈ സ്കാം എല്ലാം നടക്കുന്നുണ്ട്. അതായത് പൊതുവേ ഈ സ്കാം നടന്നു കഴിഞ്ഞാൽ എന്താ അതായത് രാഷ്ട്രീയ ആൾക്കാർക്കെല്ലാം തന്നെ പൈസയും കിട്ടും. അതുപോലെ തന്നെ ഗവൺമെന്റിൽ നിന്ന് പൈസ ഇല്ലാണ്ടാവും. അങ്ങനെ തന്നെ ഈ BSNLന്റെ പ്രോഫിറ്റ് മെല്ലെ മെല്ലെ ഇടിയാൻ തുടങ്ങി. അതായത് 2004 ആ ഒരു പീരീഡ് തൊട്ട്. അങ്ങനെ 2007 ആയി കഴിഞ്ഞപ്പോൾ CBI ഇതിലൊരു ഇൻവെസ്റ്റിഗേഷൻ അറിയിക്കുകയാണ്. അതായത് CBI ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അതായത് ഈ 2G സ്കാമും അതുപോലെ തന്നെ BSNLന്റെ മറ്റ് അതായത് BSNLന്റെ അതായത് സൺ നെറ്റ്വർക്ക് എന്നെല്ലാം ഉപയോഗിച്ച ആ ഇല്ലീഗൽ സ്കാമിനെ കുറിച്ചെല്ലാം തന്നെ ആദ്യമായി ഫയൽ രജിസ്റ്റർ ചെയ്ത് അങ്ങനെ കേസെല്ലാം തന്നെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ 2004 to 2009 ആ കാലഘട്ടങ്ങളെല്ലാം എടുത്തു നോക്കുകയാണെങ്കിൽ അതായത് അത്യാവശ്യം പ്രോഫിറ്റ് തന്നെ ഉണ്ടായിക്കൊണ്ടിരുന്നു. അപ്പോൾ 2009, 10, 8 ആ ഒരു കാലഘട്ടങ്ങളാണ് VI, എയർടെൽ അങ്ങനെയുള്ള ടെലികോം സർവീസ് എല്ലാം തന്നെ അത് ഇത്രമാത്രം കോടി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഈ മാർക്കറ്റിലോട്ട് മെല്ലെ വരുന്നത്. അവർ ഈ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്തായി അതായത് അവർക്ക് ബെറ്റർ ക്വാളിറ്റിയിൽ അവർക്ക് കൊടുക്കാൻ പറ്റി. ഇപ്പോൾ BSNL അതായത് 3G ഒന്നും തന്നെ കറക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവർ വന്നത് പെട്ടെന്ന് അവർ 3G 4G ഒക്കെ റോൾ ഔട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എന്ത് ചെയ്തു അവരുടെ ഈ BSNL എന്ന് പറയുന്ന ഇതിന്റെ ഫുൾ കസ്റ്റമേഴ്സിനെ മെല്ലെ 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 അവരുടെ ഭാഗത്തോട്ട് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ മെല്ലെ മെല്ലെ പിടിച്ചെടുക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ BSNLനെ വീണ്ടും നഷ്ടത്തിലോട്ട് പോയത്. അതായത് ആൾക്കാരെല്ലാം തന്നെ BSNL വിട്ട് അവർക്ക് ബെറ്റർ ക്വാളിറ്റിയുള്ള ഇന്റർനെറ്റ് എവിടെ കിട്ടുന്നോ അതിലോട്ട് മെല്ലെ മെല്ലെ മാറാൻ തുടങ്ങി. അങ്ങനെ കസ്റ്റമർ ബേസും ഈ BSNLന് മെല്ലെ മെല്ലെ കുറയാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2016 ആയി കഴിഞ്ഞപ്പോൾ തന്നെ ജിയോന്റെ വരവ്. അപ്പോൾ ജിയോന്റെ വരവ് വന്നു കഴിഞ്ഞപ്പോൾ അതായത് BSNL മാത്രമല്ല അതായത് BSNL ഇപ്പോൾ എങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ടോ എന്ന് പറയാലോ. അതായത് ജിയോ വന്നു കഴിയുമ്പോൾ ആ ഒരു സമയത്ത് അതായത് 5 മാറും ടെലികോം സർവീസ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ജിയോന്റെ വരവിന് ശേഷം അതായത് ആ കമ്പനികൾ അതായത് പ്രൈവറ്റ് കമ്പനികൾ വരെ അടച്ചു പോകേണ്ട അവസ്ഥ വന്നു. അതായത് ഈവൻ VIക്ക് ഈ ഒരു അവസ്ഥ വരാനുള്ള പ്രധാന കാരണം ഇതേ ജിയോന്റെ ലോഞ്ച് തന്നെയാണ്. ശരി, ഇത്രയും സംഭവിച്ചു. ഇനി വീണ്ടും അതായത് പഴയ BSNL ആയിട്ട് തിരിച്ചു വരാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് ഇതിന് 2 സ്റ്റെപ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ അതായത് വോളണ്ടറി റിട്ടയർമെന്റ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അതായത് ലേ ഓഫ് ഒന്നും ചെയ്യുന്നില്ലാതെ. അപ്പോൾ അതുകൊണ്ട് BSNL ഉള്ള ആൾക്കാരെല്ലാം തന്നെ അതായത് ഇത്ര എമൗണ്ട് എല്ലാം കൊടുത്തിട്ട് വോളണ്ടറി ആയിട്ട് റിട്ടയർ ചെയ്യാനുള്ള പലർക്കുമുള്ള ശ്രമങ്ങൾ ഗവൺമെന്റ് ഏറ്റെടുക്കുന്നുണ്ട്. അതായത് BSNL എന്ന് പറഞ്ഞാൽ അവർ ഏറ്റെടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അത് കുറെ പേരെ ഇങ്ങനെ പിരിച്ചു വിട്ട് കഴിഞ്ഞാൽ
പിന്നെ അത് ഇപ്പോൾ ഒരു ബൾക്ക് എമൗണ്ട് കൊടുക്കണമെങ്കിലും പിന്നെ അത് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് അവർ വിചാരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ അതായത് ഇവരും TCSും കൂടെ ജോയിൻ ചെയ്ത് ഏകദേശം 15,000 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്താണ് പെട്ടെന്ന് തന്നെ 4G റോൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയല്ല എല്ലാ ശ്രമങ്ങളും ഇവർ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ചോദ്യം വരുന്നത്, അതായത് ഇവർ 4G റോൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജോയിൻ ചെയ്യാൻ തന്നെ 1%, അതായത് സെർട്ടൻ പെർസെൻറ്റേജ് ഓഫ് അതായത് കസ്റ്റമേഴ്സ് അതിലോട്ട് പോകുമെന്നാണ് പലരും പറയുന്നത്. അപ്പോൾ ജിയോ ഇത് കണ്ടിരിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. കാരണം 2023-24 എന്ന് പറയുന്ന ആ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ ജിയോന്റെ വരുമാനം എന്ന് പറയുന്നത് ഏകദേശം 20,000 കോടി രൂപയോളം പ്രോഫിറ്റ് ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും അധികം കോടികൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഇവർക്ക് BSNL കുറഞ്ഞ പൈസയിൽ കൊടുക്കുമ്പോൾ അത് ബെറ്റർ സർവീസ് ആണെങ്കിൽ ആൾക്കാർ പോകുമ്പോൾ ഇവർ കണ്ടിരിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. അതും 5Gയിൽ തന്നെ അവർ കുറേയധികം കോടികൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഫ്രീ സർവീസ് എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവർ കണ്ടിരിക്കില്ല. ഇതിനായിട്ട് ഇവർ മറ്റൊരു കാര്യം ചെയ്യും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ജിയോയ്ക്ക് 20,000 കോടി രൂപ കിട്ടുന്നുണ്ടെങ്കിലും അവർക്ക് 1 രൂപ പോലും അതിൽ നിന്ന് എടുക്കാതെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഉള്ള ഒരു കമ്പനിയാണ് ജിയോ എന്ന് പറയുന്നത്. കാരണം ജിയോന്റെ പേരന്റ് കമ്പനിയാണ് റിലയൻസ്. അപ്പോൾ ഇവർക്ക് അത് അതായത് ഇൻവെസ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ അതിൽ നിന്ന് പ്രോഫിറ്റ് ഒന്നും എടുക്കാതെ അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അവർക്ക് വേണമെങ്കിൽ 1, 2, 3 വർഷങ്ങൾ വേണമെങ്കിൽ അവർക്ക് സിമ്പിളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇതുകൊണ്ട് എന്താണ്, അതായത് ഇപ്പോൾ അതായത് BSNL 4G കൊണ്ടുവന്നു കഴിഞ്ഞാലും അവരുടെ കസ്റ്റമർ ബേസ് 7%. അപ്പോൾ ഇതുകൊണ്ട് എന്താണ്, അതായത് ഇവർ വീണ്ടും അവരുടെ പൈസ കുറയ്ക്കാനുള്ള സാധ്യതകളുണ്ട്. അതായത് ഇപ്പോൾ 300-നെ 200 ആക്കാനും ഉള്ള സാധ്യതകൾ ജിയോയ്ക്ക് കാണും. കാരണം എന്താണ്, അവരുടെ ആ കസ്റ്റമർ പോകാൻ തുടങ്ങി കഴിഞ്ഞാൽ അവർ ഏത് രീതിയിലുള്ള മാർക്കറ്റിങ്ങും അവർ ചെയ്യും. അപ്പോൾ ആ ഒരു രീതി ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, അതായത് BSNL ഇപ്പോൾ വെറും 7% മാത്രമോ കസ്റ്റമർ ബേസ് ഉള്ളൂ. അപ്പോൾ ഇത് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അതായത് BSNL എന്ന് പറയുന്ന കമ്പനി തന്നെ ഇല്ലാണ്ടാവും. അപ്പോൾ എന്താണ്, അതായത് BSNLന് ഒരു 25-30% കസ്റ്റമർ ബേസ് ഉണ്ടെങ്കിൽ അതും ഒരു ഗവൺമെന്റ് കമ്പനി ആകുമ്പോൾ ഇവരിങ്ങനെ പൈസ കുറയ്ക്കാൻ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും, അതായത് ഈ ജിയോയ്ക്കും എയർടെലിനും VIക്കും എല്ലാം തന്നെ അധികം പൈസ കൂട്ടാൻ പറ്റില്ല. അതായത് ആൾക്കാർക്ക് സ്വിച്ച് ചെയ്യാനുള്ള ഒരു ചാൻസും കൂടെ അവിടെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആദ്യം ഇവരെന്ത് ചെയ്യാതെ അതായത് ബെറ്റർ ക്വാളിറ്റി ഫ്രീ സർവീസ് കൊടുത്തു കഴിഞ്ഞ് ഇവർ മെല്ലെ അതായത് കസ്റ്റമറിനെ അട്രാക്ട് ചെയ്ത് BSNL എന്ന് പറയുന്ന കമ്പനി ഇല്ലാണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ഈ 3 കമ്പനീസും ആദ്യം നോക്കുക. അപ്പോൾ ഈ 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് ഒരേ പ്രൈസ് ടാഗിൽ കൊണ്ടുപോകാനുള്ള സാധ്യതയും ഉണ്ടാവും. അപ്പോൾ ഇതെന്താ, ഇതൊരു മോണോപോളി പോലെ തന്നെയാവും. അപ്പോൾ ആദ്യം 1 പോവും, 2 പോവും, പിന്നെ 1 ആവും. അപ്പോൾ എന്താവും, അവർ പറയുന്നതായിരിക്കും പൈസ. അപ്പോൾ ഇതുകൊണ്ട് എന്താണ്, അതായത് ആൾക്കാർ ഇപ്പോൾ BSNLോട്ട് പോകുന്നുണ്ട് എന്ന് പറഞ്ഞാലും അത് ഗവൺമെന്റ് കമ്പനിയാണെന്ന് ആലോചിച്ചുകൊണ്ടല്ല, അവരിപ്പോൾ പൈസ മാത്രം ഓർത്തുകൊണ്ടും അതുപോലെ തന്നെ സർവീസ് ഓർത്തുകൊണ്ട് വേണ്ടേ. അപ്പോൾ സർവീസ് വീക്കായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തായാലും മറ്റുള്ളവരിലോട്ട് സ്വിച്ച് ആവും. അപ്പോൾ അതായത് ഇത് കാണുന്ന ആൾക്കാർ മാക്സിമം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ BSNL സിം എല്ലാവരും ഒന്ന് എടുത്തു വെക്കുക. അതായത് ഈ 7% എന്ന് പറയുന്ന ഈ കസ്റ്റമർ ബേസ് എങ്ങനെയും 20ലോട്ടൊക്കെയാലും വളർത്താനുള്ള ശ്രമം നോക്കുക. അപ്പോൾ ഈ 7%, അതായത് എല്ലാവരും ഒരു BSNL സിം വെറുതെ എടുത്തു വെക്കുക. അതായത് സിമ്മിൽ 2 പോർട്ടൊക്കെ ഉള്ളവർ ആ സെക്കൻഡ് പോർട്ടിൽ ഇട്ട് വെക്കുക. എന്നിട്ട് അതായത് ഈ കോളിംഗ് ഓപ്ഷൻസ് എല്ലാം തന്നെ BSNL ചെയ്യുക. അതായത് മാക്സിമം BSNL കോളിങ്ങിനൊന്നും വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത ഒരു കമ്പനിയാണ് BSNL. നെറ്റിന് മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പോൾ നെറ്റ് പാക്ക് മാത്രം മറ്റ് കമ്പനീനെ ആശ്രയിക്കാൻ ശ്രമിക്കുക. ഇതുകൊണ്ടെന്നാണ് BSNLന് മെല്ലെ പ്രോഫിറ്റ് ഉണ്ടാവും, അവർ മെല്ലെ വളരാൻ തുടങ്ങും. ഇതുകൊണ്ടെന്നാണ് ഒരു സെർട്ടൻ പെർസെൻറ്റേജ്, അതായത് ഒരു 25-30% അതായത് BSNLന് കസ്റ്റമർ ബേസ് അവർക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ ജിയോയ്ക്കും എയർടെലിനും VIക്കും അതായത് അളവിൽ കൂടുതലുള്ള പൈസ കയറ്റാൻ പറ്റില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു സത്യം തന്നെയാണ്. കാരണം അവർ പൈസ കൂട്ടും തോറും അവരുടെ കസ്റ്റമേഴ്സ് ഇല്ലാണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ കമ്പനി ഇല്ലാണ്ടാവുമല്ലോ എന്നുള്ളൊരു പേടി അവർക്ക് വരുന്നതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും, മെല്ലെ പൈസ കുറയ്ക്കാൻ ശ്രമിക്കും. അപ്പോൾ അതായത് വീഡിയോ കാണുന്ന ആൾക്കാർ അതായത് 10 പേരാണെങ്കിൽ അതായത് വീഡിയോ കാണുന്ന 10 പേരാണെങ്കിൽ 10 പേര്, 100 പേരാണെങ്കിൽ 100 പേര്, ഈ 100 പേരും മാക്സിമം ഒരു BSNL സിം എടുത്തിട്ട് അതായത് 3 മാസം കൂടുമ്പോഴൊന്നോ അങ്ങനെ റീചാർജ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് BSNL എന്ന് പറഞ്ഞാൽ അവർക്ക് കുറച്ച് കസ്റ്റമർ ബേസും കിട്ടും. അതുപോലെ തന്നെ BSNL കൂടുതലും കോളിംഗ് എല്ലാം ചെയ്യാൻ ശ്രമിക്കുക കഴിഞ്ഞാൽ അതായത് BSNL മെല്ലെ വളരുകയും ചെയ്യും. അതുപോലെ തന്നെ അതായത് ഈ ജിയോ എയർടെൽ VI എന്ന് പറയുന്ന ഈ കമ്പനികളെല്ലാം തന്നെ അതായത് ഇവരുടെ ഡോമിനൻസ് അതായത് ഇവരുടെ മോണോപോളികളെല്ലാം തന്നെ ഇല്ലാണ്ടാക്കാനും പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അപ്പോൾ നിങ്ങൾ എന്താണ് ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം? ഏതെങ്കിലും കാര്യങ്ങൾ മിസ് ഔട്ട് ആയി തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. സീ യു നെക്സ്റ്റ് വീഡിയോ.